ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെക്രട്ടേറിയറ്റ് OAയുടെ ഒരു മോഡൽ എക്സാം ചെയ്ത് നോക്കാം. 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും 2 മണി മുതൽ 3:15 വരെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലൈവ് എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഒരു 10 എക്സാം എഴുതുമ്പോഴത്തേക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റോടു കൂടി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ തൊഴിൽ വീതിയിൽ വന്ന ഒരു മോഡൽ എക്സാമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. 1. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി, മഴവില്ല്. 2. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം. ആൻസർ ഓപ്ഷൻ സി, ജീവകം B7. 3. കൊഞ്ച്, പാറ്റ, ഞണ്ട് എന്നീ ജീവിവർഗങ്ങളിൽ ഉൾപ്പെടുന്ന കിങ്ഡം അനിമലയിൽ ഉൾപ്പെട്ട ഫൈലമേത്. ആൻസർ ഓപ്ഷൻ ബി, ആർത്രോപോഡ. 4. ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുകയും ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, അമ്നിയോട്ടിക് ദ്രവം. 5. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ്. ആൻസർ ഓപ്ഷൻ എ, 70-110 mg/100 മില്ലി. 6. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1, 3 ശരി. അപ്പോൾ ഏതൊക്കെയാണ് 1, 3? ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. 7. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ എ, പോൾ എ സാമുവൽസൺ. 8. നബാർഡ് രൂപീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആൻസർ ഓപ്ഷൻ ബി, 6-ാം പഞ്ചവത്സര പദ്ധതി. 9. ഇവയിൽ മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ. ആൻസർ ഓപ്ഷൻ ബി, 3, 4. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര മഹാരത്ന കമ്പനികളാണുള്ളത്? 14 മഹാരത്ന കമ്പനികളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇങ്ങനെ 14 മഹാരത്ന കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 10. താഴെ തന്നിരിക്കുന്നതിൽ പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് ഏത്. ആൻസർ ഓപ്ഷൻ ഡി, ആദായ നികുതി. 11. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി, 15. 12. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട നിയമം. ആൻസർ ഓപ്ഷൻ ഡി, പോക്സോ ആക്ട് 2012. 13. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ആൻസർ ഓപ്ഷൻ സി, 1993 മെയ് 17. 14. 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ എത്ര പേർ ഉണ്ടായിരിക്കണം. ആൻസർ ഓപ്ഷൻ ഡി, 3. 15.
ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം താഴെ പറയുന്നവയിൽ ഏത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു? ആൻസർ ഓപ്ഷൻ എ, സാധന വിൽപ്പന നിയമം. 16. നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ സി, ഹീരാലാൽ സമരിയ. അപ്പം ആരാണ് നിലവിലെ വിവരാവകാശ കമ്മീഷണർ? ഹീരാലാൽ സമരിയ. 17. കേരള സിവിൽ സർവീസ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കാര കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ സി, EK നായനാർ കമ്മീഷൻ. 18. സംസ്ഥാനതല ഭരണ സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം. ആൻസർ ഓപ്ഷൻ ബി, ഭാഗം 6. 19. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, KN ഹരിലാൽ. 20. താഴെ തന്നിരിക്കുന്നതിൽ ദുരന്ത നിവാരണ പ്രവൃത്തിയിലെ ഘട്ടമായ മുന്നൊരുക്കത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. 21. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം താമസ സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിൽ ഉറപ്പ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 5 കിലോമീറ്റർ. 22. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയ്ക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1, 2, 4 മാത്രം. മഹാകവി വള്ളത്തോളിൽ നിന്നും കവയിത്രി ബഹുമതി പട്ടം ലഭിച്ചിട്ടുണ്ട്. 1974 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 1915 മലപ്പുറം ജില്ലയിൽ ജനിച്ചു. 23. ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ ബി, രഞ്ജി ട്രോഫി. ഓപ്ഷൻ ബി, രഞ്ജി ട്രോഫിയാണ് കറക്റ്റ്. 24. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം. ആൻസർ ഓപ്ഷൻ എ, 1984. 25. സഹതപിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ, ഇത് ആരുടെ വരികളാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇടപ്പള്ളി. 26. മനോജ് മണിയൂർ രചിച്ച ചിമ്മിനിവെട്ടം എന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി, കവിത. 27. സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഫുട്ബോൾ. 28. ചന്ദ്രയാൻ 5 ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി, ജപ്പാൻ. 29. കേരള സർക്കാർ പദ്ധതിയായ K-ഫോണിൻ്റെ പൂർണ്ണരൂപം. ആൻസർ ഓപ്ഷൻ സി, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. 30. വിവിധ തലത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി, ഗേറ്റ്വേ. 31. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ആൻസർ ഓപ്ഷൻ സി, സ്കാനർ. 32. മറ്റ് കമ്പ്യൂട്ടറിലേക്ക് വ്യാപിക്കുന്ന തരത്തിൽ സ്വയം തനിപ്പകർപ്പുകൾ സൃഷ്ടിക്കുന്ന അപകടകാരിയായ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ, വേം. 33. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ആൻസർ ഓപ്ഷൻ ബി, ഡിസംബർ 2. 34. ഓൺലൈൻ ഗെയിമിന് കേരളം ഏർപ്പെടുത്തിയ GST. ആൻസർ ഓപ്ഷൻ സി, 28%. 35. ചുവടെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ വായിച്ച് രോഗമേതെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി, ഹെപ്പറ്റൈറ്റിസ്. രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടിയിരിക്കുന്നു. കണ്ണിൻ്റെ വെള്ളയിലും മഞ്ഞ നിറം. 36. ദ സ്നേക്ക് ക്രൗൾഡ് ഡാഷ് ഇറ്റ്സ് ഹോൾ. ആൻസർ ഓപ്ഷൻ എ, ഇൻഡു. 37. വിച്ച് സെൻറ്റൻസ് ഈസ് കറക്റ്റ്? ആൻസർ ഓപ്ഷൻ ബി, വൺ മസ്റ്റ് നോട്ട് റിവീൽ വൺ സീക്രട്സ് അറ്റ് ഓൾ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഓപ്ഷൻ ബി ആൻസറായിട്ട് വന്നത്. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ അടുത്തത് വൺസ് തന്നെ വരണം. ദെയർ ഹിസ് ഹർ അങ്ങനെയൊന്നും വരാൻ പാടില്ല. എന്തേ വരാവൂ? വൺസ് എന്ന് തന്നെ മാത്രമേ വരാൻ പാടുള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ 38. ദ ഫുട്ബോൾ മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു ഇൻസെസൻറ്റ് റെയിനിങ്. ആൻസർ ഓപ്ഷൻ ബി പുട്ട് ഓഫ്. പുട്ട് ഓഫിൻ്റെ അർത്ഥം എന്താണ്? പോസ്റ്റ് പോൺ, അതായത് മാറ്റി വെക്കുക എന്നാണ് പുട്ട് ഓഫിൻ്റെ അർത്ഥം. 39. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻറ്റ് ഡാഷ് ഡൺ. ആൻസർ ഓപ്ഷൻ സി ഹാസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഹാസ് ആൻസറായിട്ട് വന്നത്? ഈച്ച്, എവരി, നോ എന്നീ വാക്കുകളിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകൾക്ക് സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈച്ചാണ് വന്നത്. ഈച്ച്, എവരി, നോ എന്നീ വാക്കുകളിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകൾക്ക് സിംഗുലർ വെർബ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ സിംഗുലർ വെർബ് ഹാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 40. എ ലേസി മാൻ ബിലീവ്സ് ഇൻ വാട്ട് ഹീ തിങ്സ്. ആൻസർ ഓപ്ഷൻ ബി ഡസൻറ്റ് ഹീ. ബിലീവ്സിൻ്റെ പിന്നെ വെർബ് ആക്സിലറി വെർബ് ഏതാണ്? ഡസ് ആണ് വരുന്നത്. അത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വന്നു. 41. ഹാർഡ്ലി ഹാഡ് ഐ റീച്ച്ഡ് ഹോം ഡാഷ് ഇറ്റ് ബിഗാൻ ടു റെയിൻ. ആൻസർ ഓപ്ഷൻ എ വെൻ. അപ്പോൾ ഹാർഡ്ലിയുടെയും സ്കേഴ്സ്ലിയുടെയും ഒക്കെ കൂടെ ഏതാണ് വരുന്നത്? വെന്നാണ് വരുന്നത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി തുടങ്ങിയവയുടെ കൂടെ വെന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നോ സൂണർ, റാദർ തുടങ്ങിയവയുടെ കൂടെ ദാനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 42. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഹെട്രോജീനസ് ആണ് ശരി. 43. എ പേഴ്സൺ ഹൂ സഫേർഡ് ഫോർ എ നോബിൾ കോസ് ഈസ് കാൾഡ്. ആൻസർ ഓപ്ഷൻ എ എ മാർട്ടർ. അതായത് രക്തസാക്ഷി എന്നാണ് മാർട്ടറിൻ്റെ അർത്ഥം. 44. ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ദേ ഹാവ് കോട്ട് എ തീഫ് ഈസ്. ആൻസർ ഓപ്ഷൻ ഡി എ തീഫ് ഹാസ് ബീൻ കോട്ട് ബൈ ദം. അത് എന്താണ് ഓപ്ഷൻ ഡി ആൻസറായിട്ട് വന്നത്? ഇവിടെ ഓബ്ജക്റ്റായിട്ട് വരുന്ന ഏതാണ്? എ തീഫാണ്. അപ്പോൾ തീഫ് ഒരു സിംഗുലർ വെർബായതുകൊണ്ട് ഹാസ് ആണ് ഇവിടെ വരുന്നത്. ഹാവല്ല ഹാസ് ആണ് വരുന്നത്. പിന്നീട് വെർബ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കോട്ട് ബൈ ദം, ദേ ദം ആവും. അടുത്ത ക്വസ്റ്റ്യൻ 45. സ്ലോ കോച്ച് മീൻസ്. ആൻസർ ഓപ്ഷൻ ഡി വൺ ഹൂ ഈസ് ലേസി. അടുത്ത 46. പതകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ നാമം. ആൻസർ ഓപ്ഷൻ സി പതിക. അപ്പോൾ പതകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പതിക എന്നാണ്. 47. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ എ ധനം അധികം ഇൽ. 48. ഭൂഷണം എന്ന പദത്തിൻ്റെ വിപരീത പദം. ആൻസർ ഓപ്ഷൻ ബി ദൂഷണം. 49. ഗൗരവഭാവം കാണിക്കുക, യോജിക്കുന്ന ശൈലി ഏത്? ആൻസർ ഓപ്ഷൻ എ കൊമ്പിൽ കയറുക. 50. സ്വർണം പര്യായ പദം അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി ഉപലം. 51. തെറ്റായ പ്രയോഗം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. ഇതാണ് തെറ്റ്. അപ്പോൾ ശരി ഏതൊക്കെയാണ്? ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും, വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും, ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ കൂടി പോകും. 52. ഘടകപദങ്ങളാക്കുക. പൂഞ്ചോലത്തുമ്പ്. ആൻസർ ഓപ്ഷൻ സി പൂഞ്ചോലയുടെ തുമ്പ്. 53. ശരിയായ മലയാള ഭാഷ തർജിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൺസ് ഇൻ എ ബ്ലൂ മൂൺ വിരളമായി. 54. ONV കുറുപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇരുവരെയും ഡാഷ് എന്ന് വിളിക്കാം. ആൻസർ ഓപ്ഷൻ ബി പുരസ്കൃതർ.
55 പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ഡി, തിരുവടികൾ. അടുത്ത ക്വസ്റ്റ്യൻ 56. 2 കാറുകൾ ഒരു സ്ഥലത്ത് നിന്നും വിപരീത ദിശയിലേക്ക് 70 കിലോമീറ്റർ വേഗത്തിലും 50 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയമെടുക്കും? ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 2 കാറുകൾ ഒരു സ്ഥലത്ത് നിന്നും വിപരീത ദിശയിലേക്ക് ആണ് പോകുന്നത്. 70 കിലോമീറ്റർ %/അവർ വേഗത്തിലും പിന്നീട് 50 km/h വേഗത്തിലുമാണ് പോകുന്നത്. വിപരീത ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വിപരീത ദിശയിലേക്ക് പോകുമ്പോൾ ആപേക്ഷിക വേഗം അഥവാ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ ഒരേ സ്ഥലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ആപേക്ഷിക വേഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ വിപരീത ദിശയിലേക്ക് പോകുന്നതായതുകൊണ്ട് ആപേക്ഷിക വേഗം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും തുകയാണ്. ആപേക്ഷിക വേഗം എന്ന് പറയുന്നത് 70 + 50 എത്ര കിട്ടും? 120 km/h ആണ് വേഗത. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയമെടുക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ദൂരം / വേഗത. ദൂരം എത്രയാണ്? 60 കിലോമീറ്റർ ആകാനാണ് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് സമയം. ഇപ്പോൾ വേഗത തന്നിട്ടുണ്ട് 120 km/h ആണ് വേഗത. ദൂരം 60 ആണ്. അപ്പോൾ ഇനി സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സമയം = ദൂരം. ദൂരം എത്രയായിരുന്നു? 60 കിലോമീറ്റർ. വേഗത 120 km/h ആണ്. അപ്പോൾ എത്ര കിട്ടും? 60 / 120 എന്ന് പറയുന്നത് എത്രയാ? 2. 1/2 അരമണിക്കൂർ. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാ? 30 മിനിറ്റ്. അരമണിക്കൂർ അതായത് 30 മിനിറ്റ്. നമുക്ക് ഓപ്ഷനിൽ അതുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി 30 മിനിറ്റ്. അപ്പോൾ ഇനി വേഗതയായിരുന്നു കണ്ടുപിടിക്കാനെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്? വേഗത = ദൂരം / സമയം. വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ദൂരം / സമയം. ദൂരമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താണ് ഇക്വേഷൻ വരുന്നത്? വേഗത × സമയം. അപ്പോൾ വേഗത കണ്ടുപിടിക്കാൻ ദൂരം / സമയം. ദൂരമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വേഗത × സമയം. സമയം കണ്ടുപിടിക്കാൻ ദൂരം / വേഗത. അടുത്ത ക്വസ്റ്റ്യൻ 57. രാമു 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കാൻ ചെലവഴിക്കും. എന്നാൽ 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയം രാമു പഠിക്കാൻ വിനിയോഗിച്ചു? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ രാമു 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കും. അങ്ങനെ 4 മണിക്കൂർ സമയത്ത് എത്ര സമയം പഠിക്കാനായിട്ട് വിനിയോഗിച്ചു? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് എത്ര സമയമാണ് പോയത്? 15 മിനിറ്റാണ് കളിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ കളിക്കാൻ പോയ സമയം
15 ഗുണം 3 45 മിനിറ്റ്. 45 മിനിറ്റാണ് കളിക്കാനെടുത്തത്. എങ്കിൽ ബാക്കി സമയമായിരിക്കുമല്ലോ പഠിക്കാൻ എടുത്തത്. അപ്പോൾ 4 മണിക്കൂറിൽ നിന്ന് 45 മിനിറ്റ് കുറച്ചാൽ എത്ര കിട്ടും? 3 മണിക്കൂർ 15 മിനിറ്റ്. 3 മണിക്കൂർ 15 മിനിറ്റാണ് രാമു പഠിക്കാനെടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ 15 3 കൊണ്ട് ഗുണിക്കുന്നത് എന്താണെന്ന് സംശയം തോന്നാം. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ രാമു 1 മണിക്ക് ആണ് പഠിക്കാനിരിക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ 1 മണിക്കാണ് രാമു പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ 2 മണി വരെ പഠിച്ചു. പിന്നീട് 15 മിനിറ്റ് കളിക്കാൻ പോയി. അപ്പോൾ 1 മണി മുതൽ 2 മണി വരെ പഠിച്ചിട്ട് 15 മിനിറ്റ് കളിക്കാൻ പോയി. പിന്നെ എത്ര മണിക്കാണ് പഠിക്കാനിരിക്കുന്നത്? 2:15. 2:15 പഠിക്കാനിരുന്നു. 2:15 മുതൽ 3:15 വരെ പഠിച്ചു. പിന്നീട് 15 മിനിറ്റ് കളിച്ചു. അതിനുശേഷം 3:30 വീണ്ടും പഠിക്കാനിരുന്നു. 3:30 മുതൽ 4:30 വരെ പഠിച്ചു. പിന്നീട് 15 മിനിറ്റ് കളിക്കാൻ പോയി. അതിനുശേഷം 4:45 വീണ്ടും പഠിക്കാനിരുന്നു അല്ലേ? 4:45 വീണ്ടും പഠിക്കാനിരുന്നു. പിന്നീട് 4:45 മുതൽ 5:45 വരെ പഠിച്ചു. അപ്പോൾ എത്ര മണിക്കൂറായി? 4 മണിക്കൂർ സമയമായി. അപ്പം അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം കളിക്കാൻ പോയി നോക്കാം നമുക്ക്. 1 മുതൽ 2 1, 2:15 3:15 2, 3:30 4:30 4:45 5:45 4. അപ്പോൾ 3 വട്ടമാണ് കളിക്കാൻ പോയത്. അപ്പോൾ 15 ഗുണം 3 45 മിനിറ്റ്. 4 മണിക്കൂറിൽ നിന്ന് 45 മിനിറ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3 മണിക്കൂർ 15 മിനിറ്റ്. അതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 3 മണിക്കൂർ 15 മിനിറ്റ്. ഇനി അടുത്ത കണക്ക് 58. 15 പേരുള്ള ഒരു സംഘത്തിൻ്റെ ശരാശരി തൂക്കം 30 കിലോഗ്രാമാണ്. ഇതിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തുപോയി. മറ്റൊരാൾ സംഘത്തിൽ ചേർന്നപ്പോൾ ശരാശരി 32 കിലോഗ്രാം ആയി. പുതിയതായി വന്ന ആളുടെ തൂക്കം എത്ര? അപ്പം എന്താണ് പറയുന്നത്? 15 പേരുള്ള ഒരു സംഘത്തിൻ്റെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് എത്രയാണ്? 30 കിലോഗ്രാം. ഇതിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ അങ്ങ് പുറത്തുപോയി. പകരം വേറൊരാൾ സംഘത്തിൽ വന്നപ്പോൾ ശരാശരി തൂക്കം എത്രയായി? 32 കിലോഗ്രാം ആയി. ആദ്യം 30 കിലോഗ്രാം ആയിരുന്നു, ഇപ്പം 32 കിലോഗ്രാം ആയി. അപ്പോൾ പുതിയതായിട്ട് വന്ന ആളുടെ തൂക്കം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? 15 പേരുള്ള ഒരു സംഘത്തിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ശരാശരി തൂക്കം എന്ന് പറയുന്നത് 30 ആണ്. 15 പേരെയുള്ള ഒരു സംഘത്തിൻ്റെ ശരാശരി തൂക്കം 30 കിലോഗ്രാമാണ്. ഇതിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തുപോയി. അപ്പോൾ ഈ 15 പേരിൽ ഒരാൾക്ക് 25 കിലോഗ്രാം ഉള്ള ഒരാളുണ്ടായിരുന്നു, അയാൾ അങ്ങ് പുറത്തുപോയി. അതിന് പകരം വേറൊരാൾ സംഘത്തിൽ ചേർന്നപ്പോൾ ശരാശരി എത്രയായി? 32 കിലോഗ്രാം ആയി. അപ്പോഴും 15 പേരായില്ലേ? ഒരാൾ പോയി, പകരം ഒരാൾ വന്നു. അപ്പോൾ വീണ്ടും 15 പേരുടെ ശരാശരി എത്രയായി? 32 കിലോഗ്രാം ആയി. 32 കിലോഗ്രാം ആയി. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് ഈ വന്ന് ചേർന്ന ആളുടെ തൂക്കം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഒരു ഇക്വേഷനുണ്ട്. പുതിയതായി വന്നു ചേർന്ന ആളുടെ തൂക്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പോയ ആളുടെ ഭാരം എത്രയായിരുന്നു? പോയ ആളുടെ ഭാരം 25 കിലോഗ്രാം ആണ് അല്ലേ? പോയ ആളുടെ ഭാരം എത്രയാണ്? പോയ ആളുടെ ഭാരം 25 കിലോഗ്രാം ആയിരുന്നു. അപ്പം ഇക്വേഷൻ പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ
അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. ശരാശരിയിലെ വർധനവ് ഇതാണ് ഇക്വേഷൻ. പുതിയതായിട്ട് വന്ന ആളുടെ തൂക്കം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? പോയ ആളുടെ ഭാരം അധികം അംഗസംഖ്യ ഗുണം ശരാശരിയിലെ വർധനവ്. അപ്പോൾ പോയ ആളുടെ ഭാരം എത്രയാ? 25 കിലോഗ്രാം. 25 കിലോഗ്രാം അധികം അംഗസംഖ്യ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 15 പേരാണ് ഉണ്ടായിരുന്നത്. ഗുണം ശരാശരിയിലെ വർധനവ്. ശരാശരി ആദ്യം 30 ആയിരുന്നു, പിന്നെ 32 അപ്പോൾ എത്രയാ? 2. ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇപ്പുറത്ത് ചെയ്ത് നോക്കാം. 25 അധികം അംഗസംഖ്യ 15 ഇൻറ്റു 2. അപ്പം എത്ര കിട്ടും? 25 അധികം 15 ഗുണം 2 എത്രയാ? 30 = 55 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ, അതായത് ഇക്വേഷന് മറന്നുപോയാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു മെത്തേഡും കൂടെ ഒന്ന് നോക്കാം. അപ്പം ടോട്ടൽ എത്ര ആൾക്കാരാണ് ഉണ്ടെന്ന് പറഞ്ഞത്? 15 പേരാണ് ഉള്ളത് അല്ലേ? 15 പേരാണ് ടോട്ടൽ ഉള്ളത്. അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. 15 പേരുടെ ശരാശരി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 കിലോയാണ് 15 പേരുടെ ശരാശരി. അപ്പോൾ ഈ 15 പേരുടെയും ആകെ തൂക്കം എന്ന് പറയുന്നത് എത്രയാ? ആകെ തൂക്കം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരാശരിയും പിന്നെ എണ്ണവും തന്നിരുന്നാൽ എങ്ങനെ ആകെ കണ്ടുപിടിക്കുന്നത്? ഫുള്ള് തൂക്കം കണ്ടുപിടിക്കുന്നത് ഇത് രണ്ടും കൂടെ അങ്ങ് ഗുണിച്ചാൽ മതി. ശരാശരിയും ടോട്ടൽ എണ്ണവും ശരാശരിയും കൂടെ ഗുണിക്കുമ്പോൾ ആകെ തൂക്കം കിട്ടും. അപ്പോൾ 15 ഗുണം 30 എത്രയാ? 15 ഗുണം 30 450. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? ഇതിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തുപോയി. അപ്പോൾ ഈ 15 പേരുടെയും ആകെ തൂക്കമാണ് ഏത്? 450 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരാളങ്ങ് പുറത്തു പോയാൽ തൂക്കം എത്രയാകും? 25 കിലോ ഉള്ള ഒരാളാണ് പുറത്തു പോയത്. അപ്പോൾ 450 മൈനസ് 25 = 425. അപ്പോൾ 25 കിലോഗ്രാം ഭാരമുള്ള ഒരാളങ്ങ് പുറത്തു പോയപ്പോൾ ആകെ തൂക്കം എന്ന് പറയുന്നത് എത്രയായി? ഇപ്പോൾ 425 ആയി. ഇനി പറയുന്നത് എന്താണ്? ഒരാൾ പുതിയതായിട്ട് വന്ന് ചേർന്നു. അപ്പോൾ വീണ്ടും എത്ര എണ്ണമായി? 15 എണ്ണമായി. അപ്പോൾ ശരാശരി എത്ര വന്നു? 32 വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആകെ തൂക്കം എന്ന് പറയുന്നത് പുതിയ തൂക്കം, ആകെ തൂക്കം 15 ഗുണം 32 480 ആദ്യത്തെ ആകെ തൂക്കം എത്രയായിരുന്നു? 450 കിലോ ആയിരുന്നു. അതിൽ നിന്ന് ഒരാൾ പുറത്തു പോയപ്പോൾ എത്രയാണ് തൂക്കം? 425 ഇപ്പം അതിന് പകരം വേറൊരാൾ വന്നു. അപ്പോൾ തൂക്കം എത്രയായി? 480 ഇനി വന്ന ആളുടെ തൂക്കം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോട്ടൽ തൂക്കത്തിൽ നിന്ന് ഈ 425 അങ്ങ് കുറച്ചാൽ എന്താ കിട്ടും? വന്ന ആളുടെ തൂക്കം എത്രയാണെന്ന് അറിയാൻ പറ്റും. 480 മൈനസ് 425 = 55. രണ്ടും ആൻസറും ഒന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? ആൻസർ ഓപ്ഷൻ സി 55. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 59. 144 × 1/2 + 216 × 1/3 = എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. 144 × 1/2 അധികം 216 × 1/3 = എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്. a × 1/3 എന്ന് പറയുന്നത്
ക്യൂബ് റൂട്ട് ഓഫ് എ ആണ്. അപ്പോൾ എയുടെ ക്യൂബ് റൂട്ടാണ് a⁻1/3 എന്ന് പറഞ്ഞാൽ. a⁻1/2 എന്ന് പറഞ്ഞാലോ റൂട്ട് ഓഫ് എ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ ആണ് a⁻1/2 എന്ന് പറയുന്നത്. ക്യൂബ് റൂട്ടാണ് a⁻1/3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 144ൻ്റെ റൂട്ടും 216ൻ്റെ ക്യൂബ് റൂട്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കാം നമുക്ക്. 144ൻ്റെ റൂട്ട് അങ്ങനെ കണ്ടുപിടിക്കാം. 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 72 കിട്ടും. വീണ്ടും 2 കൊണ്ട് 36 കിട്ടും. 2 കൊണ്ട് 18 കിട്ടും. 2 കൊണ്ട് 9, 3, 3. റൂട്ട് സ്ക്വയർ റൂട്ട് ആകുമ്പം 2 എണ്ണം വീതം വെച്ച് പുറത്തെടുക്കുക. ഇവിടെ 2 പുറത്തെടുത്തു, 3. അപ്പോൾ എങ്ങനെ എഴുതാം? 2 ഗുണം 3 12 കിട്ടി. 144ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് 216ൻ്റെ ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 3 കൊണ്ട് നോക്കാം. 72, 2 കൊണ്ട് 36, 2 കൊണ്ട് 18, 2, 9, 3, 3. അപ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട് ആകുമ്പം 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കണം. അപ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 3 പുറത്തെടുക്കുന്നു. ഇവിടെ 2, 3 എണ്ണം ഉണ്ട്. അതിൽ നിന്നൊരു 2 കൂടെ പുറത്തെടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടി? 2 ഗുണം 3 = 6 കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 12ഉം 6ഉം ആണ് കിട്ടിയത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കൂട്ടാനാണ്. 12 അധികം 6, 18 എന്ന ആൻസർ കിട്ടി. ഇവിടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 18. അടുത്ത ക്വസ്റ്റ്യൻ 60. ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എത്ര? അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. എ ക്യൂബിനാണ് വ്യാപ്തം എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. വക്കെന്ന് പറയുന്നതാണ് എ. എ = 6 സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ഗുണം 6 ഗുണം 6. എത്ര കിട്ടും? 216 കിട്ടും. ഇവിടെ ആൻസർ ഉണ്ട് ഓപ്ഷൻ സി 216. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 61. എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഡിവൈഡ്, ഡി എന്നാൽ ഇൻറ്റു ആയാൽ 20C 5A 3B 4D 2 എത്ര? അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നു? എ = മൈനസ് ആണ്, മൈനസ് ചിഹ്നമാണ്. ഡി എന്ന് പറഞ്ഞാൽ പ്ലസ് ചിഹ്നമാണ്. സിയോ ഡിവൈഡാണ്. ഡി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20C 5A 3B 4D2 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ 20 സി എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷനാണ്. 5 എ എന്ന് പറയുന്നത് മൈനസ് ആണ്. മൈനസ് 3. ബി എന്ന് പറയുന്നത് പ്ലസ് ആണ്. 4. ഡി എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. 2. അപ്പോൾ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. 4 കിട്ടി. മൈനസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. 3 അധികം 8. പിന്നീട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം.
അപ്പം 4-ൽ നിന്ന് 3 കുറച്ചാൽ 1 കിട്ടും. 1 അധികം 8. 8 1 9. ആൻസർ 9. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ആൻസർ ഉണ്ട്. ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 62. ക്ലോക്കിൻ്റെ പ്രതിബിംബം ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സമയം 12:20 എങ്കിൽ യഥാർത്ഥ സമയം എത്ര? എന്താ ചോദിച്ചേക്കുന്നത്? ക്ലോക്കിൻ്റെ പ്രതിബിംബം ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ എന്താണ്? 12:20 കാണിക്കുന്നത്. എങ്കിൽ യഥാർത്ഥ സമയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനകത്തൊന്നുമില്ല. ഇതിനെ 23:60 നിന്നും 12:20 അങ്ങ് കുറച്ചാൽ മതി. ആൻസർ കിട്ടും. 4 11 11:40. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 11:40. അടുത്ത ക്വസ്റ്റ്യൻ 63. 2000 ആണ്ടിൽ ഫെബ്രുവരി 20 മുതൽ ഏപ്രിൽ 20 വരെ എത്ര ദിവസങ്ങൾ ഉണ്ട്? 2000 എന്ന് പറയുന്നത് അതിവർഷമാണ് അല്ലേ? 2000-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊരു അതിവർഷമാണ്. അപ്പോൾ എത്ര ദിവസം കാണും ഫെബ്രുവരിയിൽ? 29 ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ 20 മുതൽ 29 വരെ, ഫെബ്രുവരി മാസം 20 മുതൽ 29 വരെ എത്ര ദിവസമുണ്ട്? 10 ദിവസം ഉണ്ടായിരിക്കും. 20 മുതൽ 29 വരെ 10 ദിവസം ഫെബ്രുവരി. ഇനി ഏപ്രിൽ 1 മുതൽ 20 വരെ, അല്ല മാർച്ച് അല്ലേ, മാർച്ച് 31 ദിവസം. മാർച്ച് 31. ഏപ്രിൽ 20 വരെ 20 ദിവസം. ഏപ്രിൽ 20 ദിവസം. അപ്പം എത്രയായി? 31 അധികം 10 ഫെബ്രുവരിയിൽ ഏപ്രിൽ 20 ദിവസം. അപ്പം മാർച്ച് 31 ആദ്യം ഫെബ്രുവരി നോക്കാം. ഫെബ്രുവരി 10 ദിവസം, മാർച്ചിൽ 31 ദിവസം, ഏപ്രിൽ 20 ദിവസം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര ദിവസം കിട്ടും? എത്ര കിട്ടും? 61 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാ? ഓപ്ഷൻ ഡി 61. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 64. ഒരാൾ വടക്കോട്ട് 4 കിലോമീറ്ററും തുടർന്ന് കിഴക്കോട്ട് 3 കിലോമീറ്ററും സഞ്ചരിച്ചു. പുറപ്പെട്ട സ്ഥലത്ത് നിന്നും അയാളുടെ ദൂരം എത്ര? അപ്പോൾ ഇതൊരു സ്ഥിരം ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇങ്ങനെ ദിക്കങ്ങ് വരച്ച് വെക്കുക. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുക. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. അപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാൾ വടക്കോട്ട് 4 കിലോമീറ്റർ, വടക്കോട്ട് ഇവിടെയാണ് തുടങ്ങുന്നത്, വടക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് പറയുന്നത് കിഴക്കോട്ട് 3 കിലോമീറ്ററും. അത് കഴിഞ്ഞതിന് ശേഷം കിഴക്കോട്ട്, ഇതല്ലേ കിഴക്ക്, കിഴക്കോട്ട്, ഇത് വടക്ക്, ഇത് കിഴക്ക്, 3 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും, ഇവിടെ നിന്നാണല്ലോ പുറപ്പെട്ടത്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇതൊരു ത്രികോണമായി. ത്രികോണത്തിൻ്റെ വലിയ വശം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണ്? കർണം = റൂട്ട് ഓഫ് പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ = റൂട്ട് ഓഫ് 4 സ്ക്വയർ അധികം 3 സ്ക്വയർ. എത്ര കിട്ടി? 16 അധികം 9. റൂട്ട് ഓഫ് 16 അധികം 9 = 25. റൂട്ട് 25. എത്രയാണ് റൂട്ട് 25? 5. അപ്പോൾ കർണം എന്ന് പറയുന്നത് 5. അപ്പോൾ വലിയ വശം 5. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 5 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അത് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി 5 കിലോമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 65. ക്ലാസ്സിലെ പഠന നിലവാര പട്ടികയിൽ രാഹുൽ മുകളിൽ നിന്നും 9-ാം സ്ഥാനത്തും
താഴെ നിന്ന് 28-ാം സ്ഥാനത്തുമാണ് എങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? രാഹുൽ മുകളിൽ നിന്നും 9-ാം സ്ഥാനത്ത്, മുകളിൽ നിന്നും 9-ാം സ്ഥാനത്താണ്. പിന്നീട് പറയുന്നത് താഴെ നിന്ന് 28-ാം സ്ഥാനം, താഴെ നിന്ന് 28, അതിൻ്റെ കൂടെ ഒന്നും കൂടെ അങ്ങ് കൂട്ടുമ്പോൾ, അല്ല അതിൽ നിന്നും ഒന്നങ്ങ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ആകെ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം കിട്ടും. ഈക്വൽ ടു 37 മൈനസ് 1, 36. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 36, ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചേരിചേര. ഇനി മാത്സ് തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചേരിചേര പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 1961. 67. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി റിപ്പബ്ലിക്. 68. ചുവടെ തന്നിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4. ഇപ്പോൾ എല്ലാം ശരിയാണ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്, ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ, ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ, ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ 69. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. 70. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന തീയതി? ആൻസർ ഓപ്ഷൻ ബി 1993 ഏപ്രിൽ 24. 71. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിക്കാൻ കഴിയുന്ന പരമാവധി സമയം? ആൻസർ ഓപ്ഷൻ ഡി 3 വർഷം. 72. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവ കാലഗണനാക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ ബി 3, 4, 2, 1. അതായത് ബോക്സർ കലാപം, സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം, ലോങ് മാർച്ച്, ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. അതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് ബോക്സർ കലാപം, രണ്ടാമത് സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം, മൂന്നാമത് ലോങ് മാർച്ച്, നാലാമത് വരുന്നത് ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. 73. രണ്ടാം ലോക യുദ്ധകാലത്തെ സഖ്യശക്തികളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ ജർമ്മനി. 74. പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനി പ്രതികാര പ്രസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ഫ്രാൻസ്. അപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനി, പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസ്. 75. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ? ആൻസർ ഓപ്ഷൻ സി അന്റോണിയോ ഗുട്ടറസ്. 76. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 77. ശരിയായ പ്രസ്താവനകൾ പരിഗണിക്കുക. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്ക്രീൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാ അംഗമാണ് റോസമ്മ പുന്നൂസ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം ശരിയാണ്. ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാ അംഗമാണ് റോസമ്മ പുന്നൂസ്. അതുമാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ 78. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 3 മാത്രം ശരി. ഏതൊക്കെയാ? നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു.
കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെയാണ്. 79. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, ശൈത്യകാലം. 80. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വെള്ള. 81. ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി. ഇതെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? ചാലക്കുടി പുഴയുടെ ആകെ നീളം 145.5 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് തുമ്പൂർ മുഴി. 82. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് അവസാദ ശിലകളാണ്. 83. 2025 മാർച്ചിൽ ആസിയൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യ. 84. 78ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി, പശ്ചിമ ബംഗാൾ. 85. 2026 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ സി, US. 86. 2 പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൂട്ടി യോജിപ്പിക്കുന്ന സ്പാഡെക്സ് ദൗത്യത്തിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം? ആൻസർ ഓപ്ഷൻ ബി, PSLV C-60. 87. ISROയുടെ 100ാമത് ദൗത്യം? ആൻസർ ഓപ്ഷൻ സി, NVS-02. 88. നിലവിൽ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ഡി, 89. 89. 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം? ആൻസർ ഓപ്ഷൻ ബി, അമേരിക്ക. 90. ഉല എന്ന നോവൽ രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, KV മോഹൻകുമാർ. 91. ഇന്ത്യയുടെ പുതിയ CAG ആയി നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ ബി, സഞ്ജയ് മൂർത്തി. 92. തുമ്പയിൽ നിന്നും ആദ്യ റോക്കറ്റായ നൈക് അപ്പാച്ചെ വിക്ഷേപിച്ചത്? ആൻസർ ഓപ്ഷൻ സി, 1963 നവംബർ 21. 93. ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ, കേരളം. 94. 2024 ഡിസംബറിൽ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്ന റെക്കോർഡ് നേടിയത്? ആൻസർ ഓപ്ഷൻ സി, കാമ്യ കാർത്തികേയൻ. 95. വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്കായി സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, IIT മുംബൈ. 96. നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ്? ആൻസർ ഓപ്ഷൻ ബി, മാധവ് കൗശിക്. 97. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി, ജാനിക് സിന്നർ. 98. ലോകത്തെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിൽ ഒന്നായ CR 450 പ്രോട്ടോടൈപ്പ് അടുത്തിടെ പുറത്തിറക്കിയ രാജ്യം? ആൻസർ ഓപ്ഷൻ ബി, ചൈന. 99. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 100. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല? ആൻസർ ഓപ്ഷൻ ബി, കൊല്ലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ അത് കയറിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക.